ഹലോ, എൻ്റെ പേര് അശ്വതി. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സൈക്കോളജി ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടുതലായിട്ടും കുട്ടികളുടെ കേസ് വരുന്ന സമയത്ത്, അവരുടെ പഠന പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു പ്രോബ്ലം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പഠിച്ചത് കൂടുതലായിട്ടും തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ്. ഒരുപാട് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് ഇത് ഏതൊക്കെ തരം ലേണിംഗ് ഡിസോർഡർ ആണെങ്കിൽ തന്നെ ഒരുപാട് തരം ലേണിംഗ് ഡിസോർഡറുകളുണ്ട്. അത് തന്നെ പലതരം വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇത്തരം നല്ലൊരു കോഴ്സിനെക്കുറിച്ച് ഒരു ഡിപ്ലോമ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ അതിന് സെലക്ട് ചെയ്തിട്ടുള്ളത് ആർദ്ര എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. ആർദ്ര സ്കൂൾ ഓഫ് ഫൗണ്ടേഷൻ, പുന്നേർകുളത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ ഞാനിവിടെ കാലിക്കറ്റാണ്. ഒരുപാട് സെൻറ്ററുകൾ അന്വേഷിച്ച് അങ്ങനെ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിലാണ് ഞാൻ ആർദ്ര സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള MSc ഒക്കെ പഠിച്ച സമയത്ത് കിട്ടിയ അതേപോലെ ഒരു തിയറിറ്റിക്കൽ നോളേജിന് വേണ്ടിയിട്ടായിരുന്നില്ല. കൂടുതലായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്കൽറ്റിയിൽ നിന്നും ഈ ഒരു കോഴ്സ് അറിയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ള താല്പര്യത്താലാണ് ഞാൻ അങ്ങനെ അന്വേഷിച്ച് ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആർദ്രയിലെത്തി. അപ്പോൾ ആർദ്രയിൽ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ പലതരത്തിൽപ്പെട്ട ലേണിംഗ് ഡിസോർഡർ ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു. അപ്പം ഇവരിലൂടെ നമ്മൾക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളേജ് കിട്ടി എന്നുള്ളതാണ്. അതിനപ്പുറം നമ്മുടെ മാഡം ഷബീദ എന്നാണ് മാമിൻ്റെ പേര്. മാം ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. മാമിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അതുപോലെ മാമിൻ്റെ ഒരുപാട് വർഷത്തെ ഒബ്സർവേഷനും അതിലൂടെ മാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കും തോന്നിയിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു മാമിൻ്റെ ക്ലാസ്സുകളും. റിയൽ ലൈഫ് ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കേസുകൾ ധൈര്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാമിൻ്റെ ആദ്യത്തെ ഒരു കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് BSSൻ്റെ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ചുകൂടെ നമുക്ക് ആ പാരൻസിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും ബാക്കി ഇതുപോലുള്ള ഫാമിലി തെറാപ്പിയിലേക്കൊക്കെ ഇൻവോൾവ് ആവാനും വേണ്ടിയിട്ട് അവിടെ തന്നെ BSSൻ്റെ ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കോഴ്സ് കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് എൻ്റെ കരിയറിൽ വളരെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ വരെ, ക്ലിനിക്ക് എൻ്റെ പേരിൽ തന്നെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ വരെ സാധിച്ചത് ഈ മാമിൻ്റെ ഈ ഒരു ഡയറക്ഷൻ തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് ആർദ്രയോട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ഷബീദ മാം, ആൻഡ് താങ്ക് യു ആർദ്ര ടീം.